ഒന്ന് വേഗം വാതിൽ തുറക്ക്. എന്റെ ശാരദ, ദയവ് ചെയ്ത് ഈ വാതിൽ തുറക്ക്. എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു തരാം, നീ തുറക്ക്. എനിക്കാരും കാണണ്ട. നോക്കൂ ശാരദ, നിന്നെ കാണാൻ വരാൻ എനിക്ക് അധികാരമില്ലേ? നീ ഇത്ര മാറിയോ? എന്റെ മുഖത്ത് നോക്കി പറയേ. നിനക്ക് പേടിയുണ്ടോ? എനിക്കെന്തിനാ പേടി? കുട്ടി ജനിക്കുമ്പോൾ ശങ്കരന് മനസ്സിലാവുന്നുണ്ട്. അതില് എന്റെ നിറമുണ്ടാവാൻ വഴിയുണ്ട്. അവരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം. നീ എന്റെ പേര് പറഞ്ഞോട്ടോ? ശങ്കരന് തന്റെ ഇടമുണ്ട്. മാനം മാനം എന്നൊക്കെ പറഞ്ഞ് ജോലി ഉപേക്ഷിക്കാനൊന്നും ശങ്കരൻ തയ്യാറായില്ലല്ലോ. എന്നാലും നീ പറയേണ്ടിയിരുന്നില്ല. എന്തിനാ ശാരദേ നീ എന്റെ പേര് പറഞ്ഞു കൊടുത്തത്? ഞാൻ പിന്നെ ആരുടെ പേര് പറയാനാണ്? ഞാൻ ആരെയും തൊട്ടിട്ടില്ലല്ലോ. എന്താ ശാരദ ഇങ്ങനെയൊക്കെ? എന്നെ തൊടരുത്. എന്നെ തൊടാൻ എനിക്കല്ലേ കൂടുതൽ അധികാരം? ഈ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുട്ടിയല്ലേ? എന്നെ കേൾക്കില്ല. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തരുതോ? എന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണോ നീ ഇതിന് തയ്യാറായത്? നിനക്ക് അതൊക്കെ ആവശ്യമായിരുന്നില്ലേ? ഇനിയെങ്കിലും ഒന്ന് പോകുമോ? മറ്റാരെങ്കിലും കണ്ടാൽ എത്ര ദിവസമായി ശാരദ എന്നെ അടുത്ത് കാണാൻ കഴിഞ്ഞിട്ട്? ഞാനിത് മറ്റൊരാളുടെ കാര്യമാണ്. ഇനി എന്റെ ദേഹത്ത് ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എന്നെ തൊട്ടാൽ അയാൾ